കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ. പരിശുദ്ധ പരമാധിപ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധിപ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമാധിപ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത അനുഭവമാണ് മരുഭൂമി. മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോകാത്തവരായി ആരും തന്നെ ഉണ്ട് എന്ന് തോന്നുന്നില്ല. ക്രൈസ്തവ ആത്മീയ ചിന്തയിൽ പുണ്യ അഭ്യാസനത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളിൽ ഒന്നാണ് മരുഭൂമി. ക്രിസ്തുമതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ വിശുദ്ധിയിൽ നിന്നും വ്യതിചലിച്ച ക്രൈസ്തവർക്ക് കൈവെടിഞ്ഞ ആദ്യ സ്നേഹത്തിലേക്കുള്ള തിരിച്ചുപോക്കിന് മാതൃകയായി പിതാക്കന്മാർ ജീവിച്ചതും മരുഭൂമിയിലാണ്. മരുഭൂമി ദൈവാനുഭവത്തിൻ്റെ ഏകാന്തതയുടെ സ്ഥലമായും വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. നോമ്പുകാല ചിന്തകളും മരുഭൂമിയോട് അഭേദ്യമായി ബന്ധമുള്ളതാണ്. കാരണം ഈശോയുടെ മരുഭൂമിയിലെ 40 ദിവസത്തെ വാസം നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കുന്നതാണല്ലോ നോമ്പുകാലം. പിശാചിനാൽ പരീക്ഷിക്കപ്പെടാനായി ആത്മാവിനാൽ നയിക്കപ്പെട്ട് യേശു മരുഭൂമിയിൽ ഉപവസിച്ച 40 ദിനരാത്രങ്ങൾ. പഴയ നിയമ ജനത വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുന്നതിന് മുൻപായി മരുഭൂമിയിലൂടെ അലഞ്ഞ 40 വത്സരങ്ങളെ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. രണ്ടിടങ്ങളിലും വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിലുള്ള വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന ഓരോ സമയവും ഈ മരുഭൂമി അനുഭവമാണ് സംഭവിക്കുന്നത്. മരുഭൂമി നമുക്ക് നൽകുന്ന വലിയൊരു ചിന്ത മനുഷ്യൻ്റെ നിസ്സഹായതയാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളുടെ ദൗർലഭ്യതയാണ് മരുഭൂമി. ജീവിതം മരണത്തെ മുഖാമുഖം ദർശിക്കുന്ന സ്ഥലം. മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥയിലൂടെ തമ്പുരാൻ്റെ കൃപയാൽ രക്ഷയിലേക്ക് പ്രവേശിക്കുന്ന ബൈബിളിലെ മരുഭൂമി അനുഭവങ്ങൾ നമുക്ക് പ്രചോദനമാണ്. നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത് എന്ന് വിശുദ്ധ പൗലോസിനോട് ഈശോ പറയുകയുണ്ടായല്ലോ. തങ്ങളെ രക്ഷിച്ച ദൈവത്തെ അവിശ്വസിച്ച ഇസ്രായേൽ ജനത്തിന് തങ്ങളുടെ വിശ്വാസം ദൃഢമാക്കാൻ 40 സംവത്സരങ്ങൾ മരുഭൂമിയിലൂടെ അലയേണ്ടി വന്നു. ഈ അലച്ചിലിൽ പകൽ മേഘത്തൂണായും രാത്രി അഗ്നിസ്തംഭമായും തമ്പുരാൻ അവർക്ക് സംരക്ഷണം നൽകിയിരുന്നു. വിശന്ന് വലഞ്ഞ അവർക്ക് മന്നായും കാടപ്പക്ഷികളെയും നൽകി തൻ്റെ പരിപാലനം വെളിവാക്കി. ദാഹിച്ചു വലഞ്ഞ അവർക്ക് ഏറ്റവും വരണ്ട മരുഭൂമിയിലെ ഏറ്റവും കഠിനമായ പാറയിൽ നിന്നും ജലം നൽകി. തൻ്റെ ജനം അവരുടെ ഏറ്റവും നിസ്സഹായ അവസ്ഥയിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ അവരുടെ ആവശ്യങ്ങളിൽ നിറവായി തമ്പുരാൻ അവരെ കാത്തുപോന്നു. ഇതുതന്നെയായിരുന്നു യെശയ്യാ പ്രവാചകൻ പറഞ്ഞ പുഷ്പിക്കുന്ന മരുഭൂമി. വരണ്ട പ്രദേശമായ മരുഭൂമി പോലും തമ്പുരാൻ്റെ കാരുണ്യത്താൽ പുഷ്പിക്കുന്നു. വീണ്ടും പ്രത്യാശയുടെ സ്വരമായി സ്നാപകൻ മരുഭൂമിയിൽ നിന്നുമാണ് വരുന്നത്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിന് വഴിയൊരുക്കുവിൻ, അവൻ്റെ പാതകൾ നേരെയാക്കുവിൻ.
കർത്താവിന് വഴിയൊരുക്കാൻ സ്നാപകനെ ശക്തനാക്കിയതും തൻ്റെ മരുഭൂമിവാസം വഴിയായിരുന്നു. തമ്പുരാൻ്റെ വഴികളിലൂടെ നടക്കാൻ ഒരുവനെ പ്രാപ്തനാക്കുന്നു മരുഭൂമിവാസം. മോശയുടെ നേതൃത്വത്തിൽ പഴയ നിയമ ജനത മരുഭൂമിയിലൂടെ അലഞ്ഞ 40 സംവത്സരങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ് പുതിയ മോശയായ യേശുവിൻ്റെ മരുഭൂമിയിലെ 40 ദിനരാത്രങ്ങളിലെ ഉപവാസം. തൻ്റെ പരസ്യ ജീവിതത്തിന് ഒരുക്കമായി ആത്മാവിനാൽ നയിക്കപ്പെട്ട് കടന്നുപോയ 40 ദിനങ്ങൾ പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ മനുഷ്യപുത്രന് ശക്തി നൽകി. തൻ്റെ ജീവിതത്തിൽ ഉടനീളം പിതാവിനോടൊത്തായിരിക്കാൻ ഈശോ വിജന പ്രദേശത്തേക്ക് പിൻവാങ്ങിയിരുന്നത് ഈ മരുഭൂമി അനുഭവം വീണ്ടും ആഴപ്പെടുത്താനായിരുന്നു എന്ന് വേണം കരുതുവാൻ. കാരണം ദൈവത്തിൻ്റെ ശക്തി മനുഷ്യൻ്റെ നിസ്സഹായതയിൽ നിറവായി മാറുന്ന അനുഭവം മരുഭൂമിയിലാണ് പ്രകടമാകുന്നത്. ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത അനുഭവം തന്നെയാണ് ഈ മരുഭൂമി സങ്കല്പം. നമ്മുടെ ശക്തി മുഴുവനായും ഒന്നുമല്ലാതായി മാറുന്ന സമയങ്ങൾ, നമ്മുടെ കരുതലുകൾ കരുത്തു പകരാനാവാതെ നമ്മെ വലയ്ക്കുന്ന നിമിഷങ്ങൾ, ഏകാന്തതയുടെ ആഴങ്ങളിൽ, സഹനങ്ങളുടെ തീച്ചൂളകളിൽ നാം അകപ്പെട്ടു പോകുന്ന അവസരങ്ങൾ, ഇതെല്ലാം മരുഭൂമിയിലൂടെയുള്ള നമ്മുടെ കടന്നുപോകലാണ്. അവിടെ ഇസ്രായേൽക്കാർ ചെയ്തതുപോലെ ദൈവത്തോട് മറുതലിക്കുന്നവരുണ്ടാകാം. യേശുവിൻ്റെ ജീവിതത്തിൽ എന്ന പോലെ പിതാവിന് വിധേയപ്പെടലും ഉണ്ടാകാം. ഈ നിമിഷങ്ങളിലെല്ലാം നാം ഓർക്കേണ്ട സത്യം തമ്പുരാൻ നമ്മോട് കൂടെയുണ്ട് എന്നതാണ്. ജീവിത സായാഹ്ന തീരത്തിരുന്ന് നാം പുറകോട്ട് നോക്കുമ്പോൾ കാണുന്ന സഹന നിമിഷങ്ങളിലെ ഏക ജോഡി കാൽപാദങ്ങൾ തമ്പുരാൻ്റേത് മാത്രമായിരുന്നു എന്ന് നാം തിരിച്ചറിയും. ഈ കടന്നു പോകലിൽ തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ടെന്ന ബോധ്യമാണ് ഈ ജീവിതത്തിൽ നമുക്ക് ശക്തി പകരുന്നത്. നാം നിസ്സഹായരാണെന്ന് അനുഭവപ്പെടുമ്പോഴേ മറ്റൊരുവൻ്റെ ശക്തിയിൽ നാം ആശ്രയിക്കും. നിസ്സഹായതയുടെ അരങ്ങേറ്റം അങ്ങേയറ്റമായ മരുഭൂമി നമുക്ക് തരുന്ന അനുഭവം ഇതുതന്നെയാണ്. ഏറ്റവും ശക്തനായവനിൽ ആശ്രയിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഓരോ മരുഭൂമി അനുഭവവും നമ്മെ ഉടച്ചു വാർക്കുമ്പോൾ, പരീക്ഷിക്കുമ്പോൾ ഓർക്കുക, നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത്. മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥയെ തൻ്റെ ശക്തിയാക്കി മാറ്റുന്ന ഈ മരുഭൂമി അനുഭവത്തിലേക്കുള്ള ക്ഷണമാണ് നോമ്പുകാലം എന്ന് നമുക്ക് മറക്കാതിരിക്കാം. കർത്താവ് കൂടെ നടന്ന് പരിശീലിപ്പിക്കുന്ന, കൂടെ ഇരുന്ന് പഠിപ്പിക്കുന്ന, വഴി നടത്തുന്ന, വളർത്തുന്ന, ഉയർത്തുന്ന അനുഭവമാണ് മരുഭൂമി അനുഭവമെന്ന് നമുക്ക് മറക്കാതിരിക്കാം. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മനുഷ്യരോടുകൂടി ഇരിക്കുന്നതാകുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദം എന്നരുളി ചെയ്തുകൊണ്ട് ഞങ്ങളോടുകൂടി സ്നേഹത്താൽ രാപകൽ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന കരുണാനിധിയായ ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പരിശുദ്ധ കുർബാനയിൽ അങ്ങ് യഥാർത്ഥത്തിൽ സന്നിധി ചെയ്യുന്നുവെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. ഞങ്ങളുടെയും സകല സൃഷ്ടികളുടെയും മേൽ അങ്ങേക്കുള്ള പരമാധികാരം ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളിപ്പോൾ നടത്തുന്ന ഈ ആരാധന പരിശുദ്ധ അമ്മയോടും നവവൃന്ദം മാലാഖമാരോടും സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല നീതിമാന്മാരോടും വിശുദ്ധ കുർബാനയുടെ ഭക്തരായ സകല പുണ്യവാന്മാരുടെയും പുണ്യവതികളുടെയും ആരാധനാ സ്തോത്രങ്ങളോടും ചേർത്ത് അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. അങ്ങേക്ക് പരമാരാധനയായി ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ഈ മണിക്കൂർ ദിവ്യാഗ്രഹങ്ങളുടെ നിർവഹണത്തിനും തിരുസഭയുടെ മഹത്വത്തിനും മാർപ്പാപ്പ, മെത്രാന്മാർ തുടങ്ങി വൈദിക പദവിയിലുള്ള എല്ലാവർക്കും അങ്ങേ അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കുന്നതിനുമായി സകല സൃഷ്ടികളുടെയും നാമത്തിൽ അമലോത്ഭവയും അമലമനോഹരിയുമായ അങ്ങയുടെയും ഞങ്ങളുടെയും മാതാവുമായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തൃക്കൈകളിൽ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മുഴുവൻ ഹൃദയത്തോടും
ആത്മാവോടും സർവശക്തിയോടും കൂടെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സ്തുതിക്കുന്നു. പാവനാത്മാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. സ്നേഹത്തിൻ്റെ മഹിമയേറിയ കുദാശയിൽ വിശുദ്ധ സക്രാരിയിൽ സന്നിഹിതനായിരിക്കുന്ന ഞങ്ങളുടെ ദിവ്യരക്ഷക, ദൃഢമായ വിശ്വാസത്തോടും തീവ്രമായ സ്നേഹത്തോടും കൂടെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തിൻ്റെ പഞ്ചേന്ദ്രിയങ്ങളും ആത്മാവിൻ്റെ ശക്തികളും അവയുടെ സൃഷ്ടാവായ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് സമർപ്പിക്കുന്നു. അവിടുന്ന് ഒരു ശിശുവായി ജനിച്ചപ്പോൾ പിള്ളക്കച്ചകളാൽ ചുറ്റപ്പെട്ട് വിനീതമായ ഒരു പുൽത്തൊട്ടിയിൽ കിടന്നിരുന്ന അങ്ങയെ ആരാധിച്ച ആട്ടിടയന്മാരോടും പൂർവദേശികളായ വിജ്ഞാനികളോടും കൂടെ ഞങ്ങളും അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. ലോകത്തിന് അപ്രാപ്യമായ ശാരീരിക നേത്രങ്ങൾക്ക് അദൃശ്യനായി, വിശ്വാസികളുടെ ആരാധനാപാത്രമായി, നീതിമാന്മാരെ ആശ്വസിപ്പിക്കുന്നതിനും പാപികളുടെ മനസ്സ് തിരിക്കുന്നതിനും നല്ല മനസ്സുള്ള എല്ലാവർക്കും സമാധാനവും അനുഗ്രഹവും സമൃദ്ധമായി നൽകുന്നതിനുമായി ഞങ്ങളുടെ പീഠങ്ങളിൽ എഴുന്നള്ളിയിരിക്കുന്ന അങ്ങേ യഥാർത്ഥ സാന്നിധ്യം ഞാൻ ഏറ്റുപറയുന്നു. അത് ഞങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഈ സത്യം സംരക്ഷിക്കാൻ വേണ്ടി വന്നാൽ രക്തം ചിന്തുന്നതിനും ജീവൻ ബലിയർപ്പിക്കുന്നതിനും ഞാൻ തയ്യാറാണ്. എന്തുകൊണ്ടെന്നാൽ സത്യസ്വരൂപനായ അവിടുന്ന് തന്നെ അത് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. എൻ്റെ ആത്മാർത്ഥമായ ആത്മനാഥനായ ഈശോയെ, എനിക്കുള്ളതെല്ലാം അവിടുന്ന് എനിക്ക് തന്നിട്ടുള്ളതാകയാൽ അവയെല്ലാം ഉടമസ്ഥൻ്റെ അടുക്കൽ സൂക്ഷിപ്പുകാരൻ എന്ന നിലയിൽ അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. ആദ്യമായി എൻ്റെ ആത്മാവിൻ്റെ
ഉത്കൃഷ്ട ശക്തിയായ ബോധം അങ്ങയെ കൂടുതൽ നന്നായി അറിയുന്നതിന് അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ഹൃദയവും അങ്ങേ തൃപ്പാദത്തിങ്കൽ ഞാൻ വയ്ക്കുന്നു. അങ്ങേ ശുശ്രൂഷയ്ക്കായി എൻ്റെ മനസ്സ് മുഴുവൻ ഞാൻ തരുന്നു. സൃഷ്ടി മാഹാത്മ്യം കണ്ട് അവയുടെ കർത്താവായി അങ്ങയെ വാഴ്ത്തുന്നതിന് എൻ്റെ നേത്രങ്ങളെയും അവിടുത്തെ അനുഗ്രഹങ്ങൾ പ്രകീർത്തിക്കുന്നതിന് എൻ്റെ നാവിനെയും അങ്ങേ തിരുവചനങ്ങൾ ശ്രവിക്കുന്നതിന് എൻ്റെ ശ്രവണേന്ദ്രിയങ്ങളെയും അങ്ങേ സർവത്ര മഹത്വപ്പെടുത്തുന്നതിനായി എൻ്റെ ശരീരം മുഴുവനെയും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ വിചാരങ്ങളിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ചിന്ത ഒന്നാമതായിരിക്കട്ടെ. അതെൻ്റെ ഹൃദയത്തെയും അതിൻ്റെ താല്പര്യങ്ങളെയും ഭരിക്കട്ടെ. എൻ്റെ ദൈവമേ, എൻ്റെ രാജാവേ, അങ്ങയെ ശുശ്രൂഷിക്കുകയും സ്നേഹിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുക എന്നതാണല്ലോ എനിക്ക് ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. സകല സൃഷ്ടികളുടെയും സൃഷ്ടാവും ഭൂസ്വർഗങ്ങളിൽ സർവാധികാരങ്ങളും സിദ്ധിച്ചിട്ടുള്ളവനുമായ ഈശോയെ, അവിടുന്ന് എന്നോട് കാണിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെയും എൻ്റെ മേൽ ചൊരിഞ്ഞിട്ടുള്ള പ്രസാദപര സമൃദ്ധിയെയും അനുസ്മരിക്കുന്നതിനായി എൻ്റെ ഓർമ്മശക്തിയെയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. മേലിൽ അങ്ങയെപ്പറ്റി മാത്രം ചിന്തിക്കുന്നതിനും അങ്ങിലും അങ്ങ് വഴിയായും അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതിനും ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ എൻ്റെ കർത്താവേ, അടിയൻ്റെ ആരാധന അവിടുന്ന് സ്വീകരിച്ച് എൻ്റെ ഈ സമർപ്പണത്തെ അവിടുന്ന് സ്വീകരിക്കണമേ. നാഥാ, സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ, സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ, നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. നാഥാ, നീ കൈക്കൊള്ളണേ, കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. നാഥാ, സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു.
നാഥ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. നാഥ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. നാഥ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. നാഥ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. ഈ പെസഹ നിങ്ങളോടുകൂടി ഭക്ഷിക്കാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചുവെന്നും നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ വാങ്ങി കുടിക്കുവിൻ, ഇതെൻ്റെ രക്തമാകുന്നു എന്നരുളി ചെയ്തുകൊണ്ട് അങ്ങേ മുഴുവൻ ഞങ്ങൾക്ക് ആത്മീയ ഭോജനമായി നൽകുവാൻ തിരുമനസ്സായ സ്നേഹം തന്നെയായ ഈശോയെ, ഇപ്പോൾ ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ഒന്നിച്ച് ഇവിടെ ഞങ്ങൾ ചെയ്യുന്ന ഈ ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സൃഷ്ടിയിലും രക്ഷയിലും അവിടുന്ന് നൽകിയിട്ടുള്ള സ്വാഭാവികവും അതിസ്വാഭാവികവുമായ നന്മകൾക്കും ശാരീരികവും ആത്മീയവും പാരത്രികവുമായി ഇന്നും എന്നും അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധി അനുഗ്രഹങ്ങൾക്കും പ്രത്യേകം വിശുദ്ധ കുർബാനയിൽ അങ്ങയെ തന്നെ ഞങ്ങൾക്ക് തരുന്നതിനും പ്രതിനന്ദിയായി ഞങ്ങളുടെ ഈ ആരാധനയെ അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ മരുഭൂമി അനുഭവത്തിലൂടെ കടന്നുപോയ ഈശോയെ, അങ്ങയുടെ ആ അനുഭവം സ്വന്തമാക്കിക്കൊണ്ട് അങ്ങയോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ നവീകരിക്കുവാൻ, ആത്മാവിൽ ശക്തിപ്പെടുവാൻ ഞങ്ങൾക്കും കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും നൊമ്പരങ്ങളുമൊക്കെ ഞങ്ങളെ തനിച്ചാക്കാതെ കൂടെ നിന്ന് വഴി നടത്തുന്ന, കരം പിടിച്ചു നടത്തുന്ന അവിടുത്തെ പരിപാലനയുടെ തൃക്കരം കാണുവാൻ വിശ്വാസത്തിൻ്റെ ആഴം ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ വേദനകളും നൊമ്പരങ്ങളും ഉണ്ടാകുമ്പോഴാണ് പ്രാർത്ഥനയുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങൾ ആഴ്ന്നിറങ്ങുന്നതെന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് തരണമേ. ഒരിക്കലും അവിടുന്ന് ഞങ്ങളെ തനിച്ചാക്കിയിട്ട് മാറി നിൽക്കുന്നവനല്ല, കൂടെ നടന്ന് ഒരു വാത്സല്യവാരിധിയായ പിതാവിനെ പോലെ, മക്കളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധയുള്ള വാത്സല്യമുള്ള പിതാവിനെ പോലെ ഞങ്ങളുടെ കൂടെ നടന്ന് ഞങ്ങളുടെ വേദനകളും ഭാരങ്ങളുമൊക്കെ എടുത്ത് ഞങ്ങളെ തോളിലേറ്റി വഴി നടത്തുന്നവനാണ് അവിടുന്നെന്ന തിരിച്ചറിവ് ഈ മരുഭൂമി അനുഭവ ധ്യാനം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. മുൾക്കിരീടമണിഞ്ഞ ശിരസ്സിന് വേദനയേൽക്കാത്ത അവയവം ഒട്ടും യോജിച്ചതല്ല എന്ന അറിവോടെ ദൈവം സ്നേഹിക്കുന്ന, ദൈവം വഴി നടത്തുന്ന, ദൈവം കൂടെയിരിക്കുന്ന അനുഭവങ്ങളാണ് ഞങ്ങളുടെ നൊമ്പരപ്പാടുകൾ എന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. നല്ല ദൈവമേ, ലോകം മുഴുവനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ, യുദ്ധങ്ങൾ എല്ലാം ഒഴിവാക്കി സമാധാനം സർവത്ര വ്യാപിക്കുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ദേശത്തും ഞങ്ങളായിരിക്കുന്നിടത്തും എല്ലാ സ്ഥലങ്ങളിലും അവിടുത്തെ സമാധാനം സംസ്ഥാപിതമാകട്ടെ. അങ്ങേ സ്വർഗീയ സമാധാനം സ്ഥാപിക്കണമേ. ഈ ഭാരതഭൂമിയിൽ അങ്ങേ വിജയപതാക ഉയർത്തപ്പെടുന്നതിനും ഇടവരുത്തണമേ. ഭാരതത്തിലെ എല്ലാവരും അങ്ങേ അറിയുന്നതിനും
മിഷണറിമാർ ചെയ്യുന്ന ശ്രമങ്ങൾ ഫലമണിയുന്നതിനും വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദിവ്യസ്നേഹിതനായ ഈശോയെ, അവിടുന്ന് പരിശുദ്ധ കുർബാനയിൽ എൻ്റെ നേരെ കാണിക്കുന്ന അനന്തമായ സ്നേഹത്തെ ഞാൻ വാഴ്ത്തുന്നു. കണ്ണുനീരിൻ്റെയും ദുഃഖത്തിൻ്റെയും താഴ്വരയായ എൻ്റെ പ്രവാസ ജീവിതത്തിൽ ഞാൻ ഏകാകിയും അനാഥനും ആകാതിരിക്കുന്നതിന് എനിക്ക് ആശ്വാസപ്രദനും സംരക്ഷകനുമായി അവിടുന്ന് തന്നെ സ്വർഗം വിട്ട് എൻ്റെ കൂടെ വസിക്കാൻ വന്നിരിക്കുന്നുവല്ലോ. അതേ, എമ്മാനുവലായി, കൂടെ വസിക്കുന്നവനായി, ദിവ്യകാരുണ്യമായി ഞങ്ങളോടൊപ്പമുള്ള ദിവ്യനാഥ, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങേ ഈ കൃപയ്ക്കായി എൻ്റെ പൂർണ്ണ ഹൃദയത്തോടും സർവശക്തിയോടും കൂടെ കർത്താവെ, അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. സകല വിശുദ്ധരോടും കൂടെ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കർത്താവെ, അവിടുന്ന് എത്ര വലിയ ത്യാഗങ്ങളാണ് പാപിയായ എനിക്ക് വേണ്ടി ഈ വിശുദ്ധ കുദാശയിൽ സഹിക്കുന്നത്. പ്രഭാപൂരത്താൽ എൻ്റെ കാഴ്ച മങ്ങാതെയും ഞാൻ അന്ധനായി തീരാതെയും ഇരിക്കുന്നതിന് അവിടുത്തെ ദൈവികവും മാനുഷികവുമായ മഹത്വം അങ്ങ് മറച്ചു കളയുന്നു. ഞാൻ അങ്ങേ സന്നിധിയിൽ ഒട്ടും പേടി കൂടാതെ സുഹൃത്തിനോടെന്ന വണ്ണം സ്നേഹ സംഭാഷണം ചെയ്യുന്നതിനും ധൈര്യം പ്രാപിക്കുന്നതിനുമായി അങ്ങേ പ്രതാപം അങ്ങ് മറച്ചു വെച്ച് എന്നെ ശിക്ഷിക്കുകയോ ഭയപ്പെടുത്തുകയോ ചെയ്യാതിരിക്കുന്നതിന് അവിടുത്തെ പരമശക്തി അങ്ങ് മാറ്റിവെച്ചു. ഞാൻ അധൈര്യപ്പെടാതിരിക്കാൻ വിസ്മയനീയമായ അങ്ങേ പരിപൂർണത അങ്ങ് വെളിപ്പെടുത്തുന്നില്ല. അങ്ങേ തിരുഹൃദയത്തിലെ അടിയൻ്റെ നേർക്കുള്ള സ്നേഹത്തിൻ്റെ ശക്തിയും മൃദുത്വവും എനിക്ക് ദുർവഹമായേക്കുമെന്ന് കരുതി അങ്ങേ ദിവ്യസ്നേഹ അഗ്നി അങ്ങ് മിതപ്പെടുത്തുന്നു. ശോഭയുള്ള മേഘങ്ങളുടെ ഇടയിലൂടി പ്രശോഭിക്കുന്ന സൂര്യരശ്മി പോലെ അവിടുത്തെ ദൈവിക മേന്മ മാത്രം പ്രകാശിക്കുന്നതിന് അവിടുന്ന് അനുവദിക്കുന്നു. ഓ ഈശോയെ, ദിവ്യകാരുണ്യനാഥ, അവിടുന്ന് എത്ര നല്ലവനാകുന്നു, എത്ര സ്നേഹനിധിയാകുന്നു. എന്നെ രാവും പകലും എല്ലായ്പ്പോഴും സ്വീകരിക്കുന്നു. അവിടുത്തെ സ്നേഹം വിശ്രമമറിയുന്നില്ല. അവിടുന്ന് എപ്പോഴും എൻ്റെ നേരെ എത്ര മാധുര്യവാനാണ്. ഞാൻ അങ്ങയെ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ സന്തോഷം കാണിക്കാൻ എൻ്റെ പാപങ്ങളും ബലഹീനതയും അങ്ങ് വിസ്മരിച്ചു കളയുന്നു. ഞാൻ അങ്ങയെ കാണാൻ വരുമ്പോൾ അവിടുത്തേക്കുള്ള സന്തോഷം കണ്ടാൽ അങ്ങേ ആനന്ദത്തിന് ഞാൻ ആവശ്യമായിരിക്കുന്നത് പോലെ തോന്നിപ്പോകും. ഓ സ്നേഹസമ്പന്നനായ ഈശോയെ, എൻ്റെ മുഴുവൻ ആത്മാവോടും കൂടെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. നിത്യപിതാവേ, അവിടുന്ന് അങ്ങേ ദിവ്യകുമാരനെ എനിക്ക് തന്നതിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈശോയെ, എൻ്റെ ദിവ്യകാരുണ്യനാഥ, എന്നെ ഞാനായിരിക്കുന്ന വിധത്തിൽ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നല്ല ദൈവമേ, അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പരമാന്ത്യം പ്രാപിക്കുന്നതിന് ഉപകരണമാക്കുവാൻ സൃഷ്ടികളെയൊക്കെ എനിക്ക് നൽകിയ സ്നേഹാധിക്യത്തെക്കുറിച്ച് ഞാൻ ഓർമ്മിക്കുന്നു. ക്രിസ്തീയ മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിക്കുന്നതിനും ശൈശവത്തിൽ തന്നെ അങ്ങേ സഭയുടെ അംഗമായി തീരുന്നതിനും ഇടയാക്കിയ അങ്ങേ സ്നേഹത്തെ ഓർക്കുന്നു. ഞാൻ എനിക്ക് അവിടുന്ന് നൽകിയിട്ടുള്ളതും നൽകുന്നതുമായ
എല്ലാ ദാനങ്ങളെയും കുറിച്ച് ഞാൻ നന്ദി പറയുന്നു. അങ്ങേ തിരുസഭയ്ക്കും ലോകത്തിന് മുഴുവനും അവിടുന്ന് നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും നന്ദി പറയുന്നു. രാപകൽ ദിവ്യസക്രാരിൽ എന്നെ കാത്തിരിക്കുന്നതിനെയും ആത്മീയ പോഷണത്തിന് ജീവൻ്റെ അപ്പമായ മാലാഖമാരുടെ ഭോജനം എനിക്ക് നൽകുന്നതിനെയും ഓർത്ത് നന്ദി പറയുന്നു. അങ്ങേ സ്നേഹിതരായ സകല സ്വർഗവാസികളോടും കൂടെ ശുദ്ധീകരണ സ്ഥലത്തിലെ വിശുദ്ധാത്മാക്കളോടുകൂടെ ഭൂമിയിലുള്ള സകല മനുഷ്യരുടെ നാമത്തിൽ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിനായി സ്തുതിയും സ്തോത്രവും അർപ്പിച്ചിടും ഞാൻ. പാടും ഞാൻ യേശുവിനായി സ്തുതിയും സ്തോത്രവും അർപ്പിച്ചിടും ഞാൻ. ഹല്ലേലൂയ പാടുമേ, ആനന്ദത്താൽ പാടുമേ, ജയം തന്ന നാഥനെ ഉയർത്തിടുമേ. ഹല്ലേലൂയ പാടുമേ, ആനന്ദത്താൽ പാടുമേ, ജയം തന്ന നാഥനെ ഉയർത്തിടുമേ. പാടും ഞാൻ യേശുവിനായി സ്തുതിയും സ്തോത്രവും അർപ്പിച്ചിടും ഞാൻ. പാടും ഞാൻ യേശുവിനായി സ്തുതിയും സ്തോത്രവും അർപ്പിച്ചിടും ഞാൻ. മോശയും ദൈവമേ, എരിഹോവെ തകർത്ത യോശുവയിൻ നാഥനേ. ശത്രുവിൻ മുൻപിൽ തകർന്നിടാതെ ജയാളിയായെന്നും നിർത്തുന്നോനേ. യേശുവിനായി സ്തുതിയും സ്തോത്രവും അർപ്പിച്ചിടും ഞാൻ. ഹല്ലേലൂയ പാടുമേ, ആനന്ദത്താൽ പാടുമേ, ജയം തന്ന നാഥനെ ഉയർത്തിടുമേ. ഹല്ലേലൂയ പാടുമേ, ആനന്ദത്താൽ പാടുമേ, ജയം തന്ന നാഥനെ ഉയർത്തിടുമേ. പാടും ഞാൻ യേശുവിനായി സ്തുതിയും സ്തോത്രവും അർപ്പിച്ചിടും ഞാൻ. പാടും ഞാൻ യേശുവിനായി സ്തുതിയും സ്തോത്രവും അർപ്പിച്ചിടും ഞാൻ. വായടച്ച ദാനിയേലിൻ ദൈവമായി മിസ്രയീമിൽ പ്രവർത്തിച്ച യോസേഫിൻ നാഥനായി. ശത്രുവിൻ മുൻപിൽ ഭയന്നിടാതെ ധീരനായെന്നും നിർത്തിയിടുമേ. പാടും ഞാൻ യേശുവിനായി സ്തുതിയും സ്തോത്രവും അർപ്പിച്ചിടും ഞാൻ. ഹല്ലേലൂയ പാടുമേ, ആനന്ദത്താൽ പാടുമേ, ജയം തന്ന നാഥനെ ഉയർത്തിടുമേ. ഹല്ലേലൂയ പാടുമേ,
ജയം തന്ന നാഥനെ ഉയർത്തിയിടുമേ. പാടും ഞാൻ എന്നേശുവിനായി സ്തുതിയും സ്തോത്രവും അർപ്പിച്ചിടും ഞാൻ. പാടും ഞാൻ എന്നേശുവിനായി സ്തുതിയും സ്തോത്രവും അർപ്പിച്ചിടും ഞാൻ. ഹല്ലേലൂയ പാടുവിൻ, ആനന്ദത്താൽ പാടുവിൻ, ജയം തന്ന നാഥനെ ഉയർത്തിയിടുവിൻ. ഹല്ലേലൂയ പാടുവിൻ, ആനന്ദത്താൽ പാടുവിൻ, ജയം തന്ന നാഥനെ ഉയർത്തിയിടുവിൻ. പാടും ഞാൻ എന്നേശുവിനായി സ്തുതിയും സ്തോത്രവും അർപ്പിച്ചിടും ഞാൻ.
എന്നെ നീ ഇത്രമേൽ സ്നേഹിപ്പാൻ ഞാനാരാണെൻ ദൈവമേ. ശത്രുവാം എന്നെ നിൻ പുത്രനാക്കിയിടുവാൻ ഇത്രമേൽ സ്നേഹം വേണോ? എന്നെ നീ ഇത്രമേൽ സ്നേഹിപ്പാൻ ഞാനാരാണെൻ ദൈവമേ. ധീരവാം എന്നിൽ വീര്യം പകർന്നു നീ ധീരനായി മാറ്റിയല്ലോ. കാരുണ്യമേ നിൻ സ്നേഹവായി പിന്റെ ആഴം അറിയുന്നു ഞാൻ. ഈ ഭൂമിയിൽ എന്നെ നീ ഇത്രമേൽ സ്നേഹിപ്പാൻ ഞാനാരാണെൻ ദൈവമേ. പാപാന്ധകാരം മനസ്സിൽ നിറഞ്ഞൊരു പാപിയാണല്ലോ ഇവൾ. ഈ ഭൂമിയിൽ എന്നെ നീ ഇത്രമേൽ സ്നേഹിപ്പാൻ ഞാനാരാണെൻ ദൈവമേ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമത്തം നീ നിത്യമഹോന്നതമത്തം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമത്തം നീ നിത്യമഹോന്നതമത്തം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും
കടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ നിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. നിശിഹാതൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാ മിശിഹാതൻ ദിവ്യമിണം വാഴ്ത്തിടുവിൻ. പരനിരയാലൊളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിതമാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നന്മലയാ കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവ